ഇപ്പോഴത്തെ ഒരു സംഖ്യയും പഴയ സംഖ്യയും തമ്മിൽ നല്ല ചർച്ച. ഇടപെടേണ്ട പല വിഷയം വന്നപ്പോഴും ഇടപെട്ടില്ല. കാരണം എത്ര ഈ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്ന ഇടപെടൽ അവർ നടത്തിയത്, അവർ തന്നെ വിളിച്ചു പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ കേൾക്കുകയല്ലേ. പശുവിന്റെ കഴുത്തരിഞ്ഞതും അതുപോലെ തന്നെ മുസ്ലിം കച്ചവടക്കാരെ ഒഴിപ്പിക്കണം, ഇതൊക്കെ ഇവര് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം. അത് കേൾക്കട്ടെ, കാരണം കുറച്ചുകൂടെ പുറത്തു വരട്ടെ. പക്ഷെ സന്ദീപ് വാര്യർ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചെയ്യണമായിരുന്നു. കാരണം വെറുപ്പിന്റെ വർഗീയതയുടെ ഫാക്ടറിയിൽ നിന്ന് ഞാൻ പുറത്തു ചാടി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവരാണ് ഇന്ന് പ്രകടനം നടത്തിയത്. പാലക്കാട് മണ്ഡലത്തിലെ നടുത്തളത്തിലൂടെ CPM-ന്റെ ഓഫീസിന്റെ മുന്നിൽ വന്ന ആക്രോശകരമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചു. അവർ രാഹുൽ മാങ്കൂട്ടലിന്റെ ഫോട്ടോയാണ് ഉയർത്തിപ്പിടിച്ചത്, അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട്. എന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജയിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന വർഗീയ കക്ഷികൾക്ക് ഇത്ര സന്തോഷം വരുന്ന പ്രകടനം നടത്തുന്ന സാഹചര്യം? ആ വർഗീയ ഫാക്ടറിയിലേക്ക് തന്നെയല്ലേ, ആ വർഗീയ ഫാക്ടറിയുടെ ഭാഗത്തിലേക്ക് തന്നെയല്ലേ ശ്രീ സന്ദീപ് വാര്യർ പോയിരിക്കുന്നത്? മതനിരപേക്ഷത എന്നൊക്കെ പറയുമെങ്കിലും ഒരു വർഗീയതയിൽ നിന്ന് മറ്റൊരു വർഗീയതയിലേക്ക് പോയി എന്നൊരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള വിദ്വേഷകരമായിട്ടുള്ള ഇടപെടൽ കോൺഗ്രസിന്റെയും BJP-യുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ തകർക്കാനും മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെ ആക്ഷേപിക്കാനും നിരവധി ഇടപെടലാണ് നടത്തിയത്. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനും പ്ലാൻ ചെയ്തുള്ള ഇടപെടൽ നടത്തി. പക്ഷേ ചേലക്കരയിലാണെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ കൃത്യമായി 2021 ഒരു സാഹചര്യം, അത് ശ്രീ K രാധാകൃഷ്ണനോടുള്ള വ്യക്തിപരമായിട്ട് അടുപ്പവും വളരെ ചെറുപ്പത്തിലെ തന്നെ മന്ത്രിയും സ്പീക്കറും MLA-യും ഒക്കെ ആയി ഓരോരുത്തരുടെ പേര് വിളിക്കാനുള്ള ശേഷിയുള്ള ഒരു നേതാവ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടി. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു 60,000 വോട്ടാണ് അവിടെ LDF-ന് കിട്ടുക. ആ ഒരു വോട്ട് ഞങ്ങൾക്ക് കിട്ടി. ഈ 5 മാസം കൊണ്ടുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് നോക്ക്. കോൺഗ്രസിന് 3000 ശിഷ്ടം വോട്ടാണ് ഈ 2024 മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നിന്ന് ഈ 4 മാസം കൊണ്ട് അവിടെ കുറഞ്ഞത്. ഞങ്ങൾക്ക് അവിടെ ഇപ്പോഴും വോട്ട് കൂടി. കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും വോട്ട് കൂടുകയാണ്. പാലക്കാടും ഞങ്ങൾക്ക് വോട്ട് കൂടി. അതായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കെല്ലാം ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. മാത്രമല്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രീ റിജിൽ മാക്കുറ്റിക്ക് ഉത്തരം പറയാനുണ്ട്. റിജിൽ